നമസ്കാരം. റിസർച്ച് ടോപ്പിക്കിലേക്ക് സ്വാഗതം. നിയമസഭയുടെ അവസാന സമ്മേളനത്തിന്റെ ആദ്യ പാദം അവസാനിപ്പിക്കുമ്പോൾ പ്രതിപക്ഷം നടത്തിയത് പോറ്റിയും സ്വർണം വാങ്ങിയത് ഗോവർദ്ധനമാണെന്ന് ഏകദേശം നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. എന്നാൽ അതിനകത്ത് ഈ പത്മകുമാറിന്റെയും വാസുവിന്റെയും പങ്കെന്താണ്? അവര് അന്നത്തെ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിലപ്പുറത്തേക്ക് അവർക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു? ഇത് നമുക്കെങ്ങനെ ഇപ്പൊ പറയാൻ പറ്റുക? എന്നിട്ടും CPM എന്താ പറഞ്ഞത്? CPM ആളുകളായതുകൊണ്ട് ഇവർക്കൊരു പങ്കുമില്ല എന്ന് നമ്മളിപ്പോ പറഞ്ഞിട്ടില്ല. കാരണം അന്വേഷണത്തിന്റെ ഭാഗമായി അത് തെളിയട്ടെ. CPM അതൊന്നും തടസ്സപ്പെടുത്തുന്നില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി ഇതിൽ ഇവർക്ക് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാൻ CPM നിൽക്കില്ല. ഇതിനകത്ത് ഏറ്റവും അവസാനത്തെ കോടതി വിധിയായി വന്നിട്ടുള്ളത് ഈ വാജിവാഹനമൊക്കെ ഉൾപ്പെട്ട വിഷയമായിരുന്നല്ലോ. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ആൻഡ് റിവീൽഡ് പ്രൈമ ഫേസി ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഓർഗനൈസ്ഡ് പിൽഫറേജ് ആൻഡ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് സേക്രഡ് ടെമ്പിൾ വാല്യൂബിൾസ് allegedly facilitated with the active convenience of engagement and individuals who were entrusted with the solemn duty of safeguarding the assets and valuables of the deity എന്നാണ്. എന്നുവെച്ചാൽ നിങ്ങൾ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്ന ആളുകൾക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തം ഉണ്ടെന്നല്ലേ ഈ വരിയിലൂടെ അതുകൊണ്ടാണ് അവർക്കൊരു പങ്കുമില്ല നമ്മളിപ്പോ പറയാത്തത്. ബട്ട് ഈ കേസിന്റെ വിചാരണ വേളയിൽ ഓരോരുത്തരുടെയും പങ്കെന്താണെന്ന് വ്യക്തമാക്കപ്പെടും. ആരാണ് ഇന്റൻഷനലായിട്ട് മോഷണം നടത്തിയത്, ആരാണ് ഇതിന് കൂട്ടുനിന്നത്, ഇത് വ്യക്തമാകാനിരിക്കുന്നു. ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദികളായതുകൊണ്ട് ഇവർക്ക് പങ്കില്ല എന്ന് ഞങ്ങളിപ്പോ പറയുന്നില്ല. പക്ഷെ ഇവർക്ക് എന്താണ് പങ്കെന്ന് ഈ കേസ് അന്വേഷണത്തിന്റെ ഒടുവിലാണ് മനസ്സിലാക്കാൻ സാധ്യത. ഓരോരുത്തരും അതാണല്ലോ. ദിവ്യയുടെ കാര്യത്തിനകത്ത് അങ്ങനെ പങ്ക് പുറത്തു വരുന്ന കുറ്റപത്രം വന്നതിന് ശേഷമാണോ CPIM സംഘടനാ നടപടിയെടുത്തത്? വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയത് അക്കാര്യത്തിൽ ഒരു പൂർണ്ണ അന്വേഷണം പൂർത്തിയാക്കിയതിന് ശേഷമാണോ? ഇതിനകത്ത് ദിവ്യയുടെ കാര്യത്തിൽ ദിവ്യ ഏറ്റവും സമർത്ഥയായിട്ടുള്ള ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ. പക്ഷേ ക്ഷണിക്കാത്ത ഒരു ഇടത്ത് ദിവ്യ പോയി ചില വർത്തമാനങ്ങൾ പറഞ്ഞത് ഓൺലൈനായിട്ട് പ്രചരിച്ചു. ദിവ്യേന്ദ്രനാണ് അവിടെ പോയതെന്നറിയില്ല. അപ്പൊ അതും ഇതും കൂടി ഒരുമിച്ച് ചേർത്തിട്ടാണ് പ്രചരണങ്ങൾ വന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ എന്താണ് ഒരു നടപടി സ്വീകരിക്കുക CPM പോലുള്ള ഒരു പാർട്ടി? ഇവിടെ ഈ സ്വർണ്ണക്കൊള്ള കേസിൽ അങ്ങനെ പ്രകടമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പുറത്തു വന്നിട്ടുണ്ടോ? ഇവര് ദേവസ്വം ബോർഡിന്റെ ഭാഗമായിട്ട് അവിടെ ഉള്ളത് കൊണ്ട് ഇവര് ശ്രദ്ധിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ഇവർക്കതിൽ പങ്കുണ്ട് എന്ന് നമ്മളിപ്പോ പറയുന്നുണ്ട്. CPM പറഞ്ഞിട്ടില്ല പങ്കില്ല എന്ന്. പക്ഷെ ഈ രണ്ട് കേസും താരതമ്യം ചെയ്യാമോ? ഇതനിയിപ്പം ഇവരുടെ വാദം എന്താണെന്ന് ആര് കേട്ടു? ഇതെല്ലാം കഴിഞ്ഞ് പുറത്തു വരുമ്പോ എന്താണ് ഉണ്ടാവുക എന്ന് ഇപ്പൊ പ്രവചിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, അവർക്ക് എന്തെങ്കിലും ഈ മോഷണത്തിൽ പങ്കുണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും CPM അതിനെ ന്യായീകരിക്കില്ല എന്നുള്ളത്. അതാണ് ഏറ്റവും ശരിയായ പ്രസ്താവന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ പത്മകുമാർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു പത്തനംതിട്ട. വാസു പാർട്ടി മെമ്പറാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ രണ്ടു പേര് അയ്യപ്പന്റെ സ്വത്ത് കളവ് ചെയ്ത കേസിൽ ജയിലിൽ പോയതിനു ശേഷം, എന്ന് വെച്ചാൽ അതിനകത്ത് ചില നിയമപ്രക്രിയകളില്ലേ ടീച്ചറെ, അതായത് അവരുടെ ജാമ്യാപേക്ഷ അടക്കമുള്ള നിയമപ്രക്രിയ അവിടെ കോടതി കൂടി ബോധ്യപ്പെടുന്നു അവരുടെ ജയിൽവാസം എന്നല്ലേ നമ്മൾ അതിൽ മനസ്സിലാക്കുന്നത്. ഇത് ബോധ്യപ്പെടുത്താൻ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടില്ല എന്നതിന്റെ കൃത്യമായ ഉദാഹരണം തന്നെയല്ലേ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഫലം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം അതല്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് ഇലക്ഷനേക്കാൾ ബഹുദൂരം മുന്നോട്ട് വന്നല്ലോ LDF. നോക്കൂ, ജനങ്ങളുടെ ചിന്താഗതി എങ്ങനെയാണ്. പാർലമെന്റ് ഇലക്ഷനിൽ വേറൊരു രാഷ്ട്രീയമാണ് വന്നത്. രാഷ്ട്രീയം മാത്രമല്ല, വലിയ തോതിലുള്ള നുണപ്രചരണം, കോൺഗ്രസും ലീഗും BJPയും തമ്മിലുള്ള കൂട്ടുകെട്ട്, വർഗീയ ശക്തികളുമായി കൂട്ടുകൂടി. നേരത്തെ ലീഗിന്റെ അണികളൊന്നും ഈ വർഗീയ ശക്തികളുമായിട്ട് കൂട്ടുകൂടുന്നതിന് ഇഷ്ടപ്പെടാത്ത കുറെ ആളുകൾ ഉണ്ടായിരുന്നു. ഇത്തവണ നമ്മൾ കണ്ടത് അവരെ ആകെ സ്വാധീനിക്കാൻ കഴിയും വിധം ഈ വർഗീയ ശക്തികളുമായിട്ട് കൂട്ടിയേർന്നു എന്നുള്ളതാണ്. അതുപോലെ കോൺഗ്രസും ലീഗും BJPയും ഒരുമിച്ച് ചേർന്നിട്ട് ചിലയിടത്ത് അവർ പ്രവർത്തിച്ചു എന്നുള്ളത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കണ്ടു, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും കണ്ടു. പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ തെറ്റിദ്ധാരണയിൽ നിന്ന് വെളിയിൽ വന്നിട്ടുണ്ട്. എന്നിട്ടും ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു. നേട്ടം ഗുണപരമായിട്ടുള്ളതല്ല. തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യം നോക്കൂ. 40-40 സീറ്റുകളിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് പോയി. എവിടെ കോൺഗ്രസിന്റെ വോട്ട്? മിനിമം അജണ്ട എന്താ? ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുക. എന്തിനാണ് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുന്നത്? ഇടതുപക്ഷം വർഗീയതക്കെതിരാണ്. ഇടതുപക്ഷം ക്ഷേമ വികസന പദ്ധതികൾ, ഇന്ത്യക്കാകെ ഒരു ബദൽ എന്നുള്ള നിലയിൽ ഇന്ത്യ ആകെ പെട്ട് കിടക്കുകയാണല്ലോ ഇപ്പോൾ. അവിടെ ട്രംപിന്റെ
ചങ്ങല പൂട്ടിട്ടിട്ട് പിടിച്ചിരിക്കുകയാണല്ലോ. സാമ്രാജ്യത്വ അധിനിവേശം, ബ്രിട്ടീഷ് കോളനി വാഴ്ചയിൽ നിന്ന് ഒരുപാട് സമരങ്ങളിലൂടെ, രക്തരൂഷിത സമരത്തിലൂടെ തന്നെയാണ്, രക്തരഹിത സമരം ആയിരുന്നില്ല. അങ്ങനെ സ്വാതന്ത്ര്യം നേടിയിട്ടുള്ള രാജ്യത്തെ വീണ്ടും ചങ്ങലക്കിട്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ആ സാമ്രാജ്യത്വ അജണ്ടയ്ക്ക് ഒരു ബദൽ കണ്ടുപിടിക്കുകയാണ്. ആ ബദലിലൂടെ പരമാവധി ആളുകളുടെ ജീവിതവും ജീവനും സംരക്ഷിക്കുന്ന ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തണമെന്ന കോമൺ അജണ്ട ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്, കോൺഗ്രസിനും BJPക്കും. അതിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസും BJPയും ചേർന്ന് LDFനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചത്. ഇങ്ങനെയെല്ലാം ശ്രമിച്ചിട്ടും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആർക്കാ കൂടുതൽ വോട്ട് കിട്ടിയത്? ഇടതുപക്ഷത്തിനാണ്. 1,67,000 കൂടുതൽ വോട്ട് നേടിക്കൊണ്ട് ഇടതുപക്ഷം മുന്നിൽ നിൽക്കുകയാണ്. പക്ഷെ സീറ്റിന്റെ കാര്യത്തിൽ ഈ കുറവുണ്ടായത് എങ്ങനെയാ? ഈ അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ടാ. അപ്പൊ ജനങ്ങൾ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇതും കൂടി മനസ്സിലാക്കണം. ഇവരുടെ ഈ വഞ്ചന, ജനവഞ്ചന, അത് മനസ്സിലാക്കിയാൽ ഒരു കാരണവശാലും ഇപ്പോഴുള്ള അവസ്ഥയല്ല അസംബ്ലി തെരഞ്ഞെടുപ്പിനുണ്ടാവുക. ബഹുഭൂരിപക്ഷ ആളുകളും ഇവരുടെ ഈ ശരിയല്ലാത്ത ജനവിരുദ്ധമായിട്ടുള്ള ഈ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഇടതുപക്ഷം വേണമെന്ന് ആഗ്രഹിക്കും. ശ്രീ MP രാജേഷ്, അതേ കോടതി വിധിയിൽ തന്നെ ഈ വാജിവാഹനത്തെ കുറിച്ച് പറയുന്നുണ്ട്. സബ്സിക്വന്റ് ടു ദ റീപ്ലേസ്മെന്റ് ദ വാജിവാഹനം അഫിക്സസ് ടു ദ ഓൾഡ് കൊടിമരം വാസ് ഹാൻഡഡ് ഓവർ ടു Mr. Kandaruru Rajeevar, the main Tantri, by the president and member of the Travancore Devasam Board. The Vajivahanam was covered and seized under a duly prepared search list with the assistance of a deity goldsmith എന്ന് പറഞ്ഞുകൊണ്ട് അതെക്കുറിച്ച് അന്വേഷണം നടത്തുന്നതിന് അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ 90 ദിവസം കഴിയുമ്പോഴേക്കും സ്വാഭാവിക പ്രക്രിയയിലൂടെ ഈ പ്രതികൾ പുറത്തേക്ക് പോകുന്നത് അതൊരു ആശങ്കപ്പെടുത്തുന്ന നീക്കമാണെങ്കിൽ തന്നെയും ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണ്. താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു കത്തിക്കുത്ത് പോലെയോ ഒരു മോഷണം പോലെയോ പെട്ടെന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒട്ടേറെ ഫോറൻസിക് പരിശോധനകൾ, തെളിവുകൾ, മാത്രമല്ല പഴയകാല റെക്കോർഡുകൾ ഒക്കെ ശേഖരിക്കേണ്ടതാണെന്ന് കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കെങ്കിലും, ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഏപ്രിൽ 2ാം വാരം മുതൽ മെയ് 2ാം വാരം വരെയുള്ള കാലയളവിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനുള്ളിൽ ഈ ഒരു നിയമപ്രക്രിയ പൂർത്തിയാക്കി അഗ്നിശുദ്ധി വരുത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ പാർലമെന്ററി കാര്യമന്ത്രി? ഒന്ന്, ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമാണ്. ഹൈക്കോടതി അതിൽ പൂർണ്ണമായ തൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഹൈക്കോടതി അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെ ഞാൻ പറഞ്ഞത്. അതെ, ഹൈക്കോടതി, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാം, ഹൈക്കോടതി അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. ഞങ്ങളോടാണ് ഇവർ മറുപടി പറയേണ്ടത്. ഞങ്ങളാണ് ഇതെല്ലാം പരിശോധിക്കുന്നത്, ഞങ്ങൾക്ക് മാത്രമേ ഇക്കാര്യങ്ങൾ അറിയാവൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം. അത്ര കോൺഫിഡൻസോടുകൂടി നീതിപീഠം, കേരളത്തിലെ ഏറ്റവും ഉയർന്ന നീതിപീഠം പറയുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് പറയുന്ന പ്രതിപക്ഷത്തിന്റെ അജണ്ട രാഷ്ട്രീയമാണ്. ഇത് ജനങ്ങൾക്ക് മനസ്സിലാവില്ലേ? ജനങ്ങളുടെ വിശ്വാസം എന്തിലാ? നമ്മുടെ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ, നിയമവ്യവസ്ഥയിൽ ജനങ്ങളുടെ വിശ്വാസം ആത്യന്തികമായിട്ട് എന്തിലാ? നീതിപീഠത്തിലാണ്. അല്ലാതെ ഗവൺമെന്റിലോ പ്രതിപക്ഷത്തിലോ ഒക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ പൊളിറ്റിക്കലി നിങ്ങൾക്ക് അഗ്നിശുദ്ധി. അതാ ഞാൻ പറഞ്ഞത്. അപ്പോ നീതിപീഠം ഈ കാര്യങ്ങളിൽ ഒരു സംശയം പ്രകടിപ്പിക്കാത്തിടത്തോളം കാലം അത് ഇടതുപക്ഷത്തെ ബാധിക്കുന്നില്ല. പിന്നെ രാഷ്ട്രീയ പ്രചരണമാണ്. രാഷ്ട്രീയ പ്രചരണത്തെ ഞങ്ങൾ നേരിട്ടപ്പോ നിയമസഭയിൽ നേരിട്ടല്ലോ. നിയമസഭയിൽ നേരിട്ടപ്പോ പ്രതിപക്ഷത്തിന് പത്തി മടക്കേണ്ടി വന്നില്ലേ? പിൻവാങ്ങേണ്ടി വന്നില്ലേ? ഞങ്ങളുടെ രാഷ്ട്രീയ പ്രചരണം നേരിടും. ഇനി സഭയിൽ സംവാദത്തിന് അവർ തയ്യാറായില്ല. പുറത്തുണ്ടോ? സംവാദത്തിന് തയ്യാറാണോ? ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരട്ടെ. അതിനൊരു വെല്ലുവിളി ഉണ്ടോ പ്രതിപക്ഷ നേതാവിനോടോ അല്ലെങ്കിൽ പ്രതിപക്ഷ? അല്ല, ഞാൻ ചോദിക്കുന്നത് സഭ ഏറ്റവും വലിയ അവസരമായിരുന്നു. അത് ഉപയോഗിക്കാത്തവർ ഇനി പുറത്തു വരുന്നത് നിങ്ങൾ കരുതുന്നുണ്ടോ? പുറത്തൊരു സംവാദത്തിന് അവർ തയ്യാറാവും എന്ന് തോന്നുന്നുണ്ടോ? പ്രതിപക്ഷ നേതാവ് മോണോലോഗിന് മാത്രമേ തയ്യാറുള്ളൂ. എവിടെ? പ്രതിപക്ഷ നേതാവിനോട് അസൗകര്യമുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കില്ലെന്ന് ഉറപ്പുള്ള മാധ്യമങ്ങളുമായിട്ടുള്ള മോണോലോഗിന് മാത്രമേ അദ്ദേഹം തയ്യാറുള്ളൂ. അല്ലെങ്കിൽ സഭയിലെ ഏറ്റവും വലിയ സംവാദത്തിന്റെ വേദി, അവിടെ അതിന് തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ ഈ രാഷ്ട്രീയ അജണ്ട വ്യക്തമാണ്. ആ രാഷ്ട്രീയ അജണ്ട എന്ന് പറഞ്ഞാൽ കേവലം ശബരിമലയിൽ മാത്രമല്ല എന്ന് നമ്മൾ ഓർക്കണം. 2019 ഒരു അവസരം കിട്ടിയപ്പോൾ ശബരിമലയെ മുൻനിർത്തി ഉണ്ടാക്കിയ ഒരു ധാരണ, കോൺഗ്രസ് BJP ധാരണ നമ്മൾ ഓർക്കണം. ഒരു സുവർണാവസരം എന്ന് അന്ന് BJP നേതാവ് പറഞ്ഞത് എങ്ങനെ ഉപയോഗിച്ചത് രണ്ടു കൂട്ടരും എന്ന് നമ്മൾ കാരണം. അന്ന് കോൺഗ്രസിന്റെ ആഹ്വാനം ഓർമ്മയുണ്ടോ? കൊടിമടക്കി BJPയുടെ ഘോഷയാത്രയ്ക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. കൊടികൾ ഉപേക്ഷിച്ച് പോകാനായിരുന്നു.
അപ്പോ അതുപോലെ ഒരവസരം ഇപ്പൊ സൃഷ്ടിച്ചെടുക്കാനാണ് കോൺഗ്രസും BJPയും കൂടി ശ്രമിക്കുന്നത്. BJPക്കും അതിൽ താല്പര്യമുണ്ട്. കാരണം BJP കാണുന്നത് എന്താ, BJPക്ക് കേരളത്തിൽ മുന്നോട്ട് പോവാൻ വഴിമുട്ടി നിൽക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് BJPക്ക് കേരളത്തിൽ മുന്നോട്ട് പോകാനായിട്ടില്ല. ഏറ്റവും കൂടുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് ഷെയർ നോക്കിയാൽ എന്താ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ താഴേക്ക് വരികയാണ് ചെയ്തത്. എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുക? എന്താണ് BJPയുടെ രാഷ്ട്രീയം? ധ്രുവീകരണത്തിന്റെ രാഷ്ട്രീയമാണ്. ആ ധ്രുവീകരണത്തിന്റെ രാഷ്ട്രീയം വിലപ്പോവാത്തതിന്റെ ഏക കാരണം എന്താണ്? ഏക കാരണം ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് വിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിൽ എല്ലായിടത്തും BJP പ്രയോഗിച്ച് വിജയിച്ചത് ധ്രുവീകരണത്തിന്റെ രാഷ്ട്രീയമാണ്. കേരളത്തിൽ മാത്രം അത് വിജയിപ്പിക്കാനാവുന്നില്ല. ഒറ്റ കാരണമേ ഉള്ളൂ, ഇടതുപക്ഷ ഗവൺമെന്റ്. അപ്പൊ BJP കാണുന്നത് ഇടതുപക്ഷ ഗവൺമെന്റിനെ ഒരു കോൺഗ്രസ് ഗവൺമെന്റ് കൊണ്ട് പകരം വെച്ചാൽ അവർക്ക് അനായാസമായിട്ട് ഈ ധ്രുവീകരണ രാഷ്ട്രീയം പ്രയോഗിക്കാൻ പറ്റും. അനായാസമായിട്ട് പ്രയോഗിക്കാൻ പറ്റും. നോക്കൂ, നിയമസഭയിൽ നിന്ന് അവർ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, അവരും ഈ പറയുന്ന രീതിയിൽ ഒരു പബ്ലിക് സ്റ്റേറ്റ്മെന്റുമായി രംഗത്ത് വരാൻ പോവുകയാണ്. അപ്പോഴാണ് ഇന്ന് നിയമസഭയിൽ താങ്കൾ 2 ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ ഇതുവരെ പ്രതിപക്ഷത്തിന് സാധിച്ചോ? 2, ഒരു മന്ത്രിക്കെതിരെയെങ്കിലും അന്വേഷണം നടത്തുന്നതിന് എഴുതി കൊടുത്ത് ആരോപണം ഉന്നയിക്കാൻ സാധിച്ചോ എന്നുള്ളത്. അപ്പൊ നിങ്ങളും നിങ്ങളുടെ അജണ്ട തീരുമാനിച്ചിരിക്കുന്നു, പ്രതിപക്ഷവും പ്രതിപക്ഷത്തിന്റെ അജണ്ട തീരുമാനിച്ചിരിക്കുന്നു, അല്ലെ? ഈ നിയമസഭയുടെ അവസാന സമ്മേളനത്തിന്റെ 1ാം പാദം അവസാനിച്ചു. ഇനി 2ാം പാദമാണുള്ളത്. അതിനിടയിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും. അപ്പൊ അതുകൊണ്ട് 2ാം പാദം പൂർത്തിയാവില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. എന്നാണോ നോട്ടിഫിക്കേഷൻ വരുന്ന അന്ന് പിന്നീട് നിയമസഭാ സമ്മേളനം തുടരില്ല എന്നുള്ള നമുക്കെല്ലാം അറിയാം. അപ്പൊ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ഏറ്റവും വലിയ അവസരമായിരുന്നു. ആ അവസരവും കഴിഞ്ഞു, പിന്നിട്ട് കഴിഞ്ഞു. അവിശ്വാസ പ്രമേയം ഇല്ലാത്ത ഏതെങ്കിലും സഭ ഉണ്ടായിട്ടുണ്ടോ? എന്റെ അറിവിലില്ല. എന്റെ പരിമിതമായിട്ടുള്ള അറിവിൽ ഒന്നുകൂടി പരിശോധിച്ച് നോക്കാം നമുക്ക്. പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ ആയുധമാണ് ഒരു അവിശ്വാസ പ്രമേയം എന്നത്. കഴിഞ്ഞ സർക്കാരിനെതിരെ കൊണ്ടുവന്നല്ലോ, അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നില്ലേ? അപ്പോൾ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പോലുമുള്ള വിശ്വാസം അവനവനിലില്ലാത്ത പ്രതിപക്ഷമാണെന്ന് ഓർക്കണം. സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരണമെങ്കിൽ അവർക്കൊരു അതിനുള്ള വിശ്വാസം വേണ്ടേ, ആത്മവിശ്വാസം വേണ്ടേ? അതില്ലാത്ത ഒരു പ്രതിപക്ഷമാണ്. അതാണ് പ്രതിപക്ഷത്തിന്റെ സ്ഥിതി. അപ്പൊ ഒരു കച്ചിത്തുരുമ്പായിട്ടാണ് അവസാനം ശബരിമല ഉപയോഗിക്കുന്നത്. നോക്കൂ, ഈ 5 കൊല്ലത്തിനിടയിൽ ഒരു മന്ത്രിക്കെതിരെ ഒരു ആരോപണം നിയമസഭയിൽ എഴുതി കൊടുത്തുന്നയിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ പ്രതിപക്ഷം എത്ര പ്രതിരോധത്തിലാണ്, എത്ര നിരായുധരാണ് എന്നാണ് ഈ കാണിക്കുന്നത്. ആ രാഷ്ട്രീയമായി നിരായുധീകരിക്കപ്പെട്ട പ്രതിപക്ഷം, ഹതാശരായ പ്രതിപക്ഷം, ആ പ്രതിപക്ഷത്തിന്റെ കച്ചിത്തുരുമ്പായിരുന്നു ഈ ശബരിമല എന്നത്. അതുകൊണ്ടാണ് പ്രതിപക്ഷം ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരാക്രമമൊക്കെ നിയമസഭയിൽ കാണിച്ചത്. അവര് തന്നെ പാർലമെന്ററി മര്യാദകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം സ്വയം ലംഘിച്ച് ഈ പരാക്രമം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിരാശയുടെ അങ്ങേ അറ്റത്താണ് അവർ. നിരാശയുടെ തമോഗർത്തത്തിലാണ് പ്രതിപക്ഷം ഉള്ളത്. പിന്നെ പ്രതിപക്ഷത്തിന്റെ തന്നെ ആഭ്യന്തര സംഘർഷങ്ങളുണ്ട് കേട്ടോ. ഇപ്പോ പ്രതിപക്ഷ നേതാവ് ഭയങ്കര അരക്ഷിതനുമാണ്. പ്രതിപക്ഷ നേതാവ് ഒരു അരക്ഷിതാവസ്ഥയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അനേകം പേരുകളാണ് വരുന്നത്. പ്രതിപക്ഷത്തിന്റെ ലീഡർഷിപ്പ് ക്രൈസിസ് നിൽക്കുന്നു. അത് ഇവരെ എല്ലാവരെയും അരക്ഷിതാവസ്ഥയിലാക്കുന്നു. അപ്പൊ മേൽക്കൈ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരാക്രമം കൂടിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പുറത്ത് ലീഗ് ഉയർത്തുന്ന സമ്മർദ്ദം. താങ്കളും ശ്രീ രാജീവും അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കും. ചില ആളുകൾക്ക് നമ്മളെ കണ്ടാൽ ഇഷ്ടപ്പെടില്ലല്ലോ. ആ നിലയിലാണ് രാജീവൊക്കെ പ്രത്യേകിച്ച് ഇന്നലെ സഭയിൽ പെരുമാറിയത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്നെ കുറിച്ചുണ്ടായിരുന്ന മുഴുവൻ ചിന്തയും സഭയിൽ അവതരിപ്പിക്കപ്പെട്ടു. നോക്കൂ, ഞങ്ങൾ ആരെങ്കിലും പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് അനുചിതമായ അല്ലെങ്കിൽ അതിര് കടന്ന എന്തെങ്കിലും ഒരു വാക്ക് നടത്തിയിട്ടുണ്ടോ, ഒരു വാക്ക് പ്രയോഗിച്ചിട്ടുണ്ടോ? പ്രതിപക്ഷ നേതാവ് ആരെക്കുറിച്ചെങ്കിലും അത് പറയാതിരുന്നിട്ടുണ്ടോ? ബഹുമാനായ മന്ത്രി ശിവൻകുട്ടിയെ കുറിച്ച് എന്താ പറഞ്ഞത്? ഞാനത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് ലോകം മുഴുവൻ കണ്ടതാണ് ഉപയോഗിച്ച വാക്കുകൾ എന്താ. അടുത്ത ദിവസം ഒരു കുസലില്ലാതെ അദ്ദേഹം നിയമസഭയിൽ വന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. പൊതുമണ്ഡലത്തിൽ നിൽക്കുമ്പോഴാണ് അതൊരു അസാമാന്യമായിട്ടുള്ള ചങ്കൂറ്റാണ് കേട്ടോ. ആളുകൾക്ക് എല്ലാവിധ അറിയാം എന്ന് അവനവൻ അറിഞ്ഞിട്ടും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുമ്പോൾ അവനവന്റെ വിശ്വാസ്യതയെ കുറിച്ച് മറ്റുള്ളവർ എന്ത് കരുതും എന്നത് അദ്ദേഹത്തിന് പ്രശ്നമല്ല. ഇതാ ശൈലജ ടീച്ചറെ കുറിച്ച്
കോൺഗ്രസ് നേതാക്കൾ അന്നത്തെ കേന്ദ്ര കമ്മിറ്റി അംഗം ശൈലജ ടീച്ചർ, ഒപ്പം തന്നെ പാർലമെന്ററി കാര്യമന്ത്രി എം പി രാജേഷ്, നന്ദി റിസർച്ച് ടോപ്പിക് എന്ന വിഷയത്തിൽ സംസാരിച്ചതിന്. വീണ്ടും മറ്റൊരു വിഷയത്തിൽ കാണുന്നതുവരെ നമസ്കാരം.